എന്താ ചോദിച്ചു? കേട്ടില്ല? ഇല്ല, ഞാൻ കേട്ടില്ല. എടാ, ഇന്ന് രാവിലെ പള്ളികൾക്ക് വന്നിട്ടില്ല ചോദിച്ചില്ല. ഇന്ന് രാവിലെ ഒരു വർത്താനാണ്ട് പറഞ്ഞിട്ട് എന്താന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി കിടക്കണോർത്തുനിന്നാണ് നീച്ചിട്ട് നമ്മളെടാ കുതിരപ്പുറത്തൊക്കെ യാത്ര ചെയ്താൽ 40 ദിവസം ഓടിയാൽ എത്തണ ബൈത്തുൽ മുഖദ്ദസ്ക്കാണ് പോയിത്തരേ. എന്നാ പോയിങ്ങാണ്ട് അവിടെ നിന്നിക്കാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഏഴ് ആകാശത്തേക്കാണ്ട് കയറി അള്ളാനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞൊക്കെ സെറ്റിൽമെൻ്റൊക്കെ നടത്തിയിട്ട് പോയ വൈക്കക്കൂടെ ഇങ്ങനെ മടങ്ങി വന്നെങ്ങാണ്ട് നേരം വെളുത്തപ്പോൾ ഇതിന് കിടക്കപ്പായിൽ വന്ന് കിടന്നു എന്നാ അന്ന് രാവിലെ പറഞ്ഞത് ചോദിച്ചു. ഇന്ത്യ നബി അത് പറഞ്ഞു ചോദിച്ചു. ആ നിർമ്മ അബൂബക്കർ അത് വിശ്വസിച്ചു നിർമ്മ ചെയ്യുന്ന അബൂബക്കർ സിദ്ദീഖ്. അതാണ് സിദ്ദീഖിന്റെ ഈമാൻ എന്ന് പറഞ്ഞാല്. അതാണ് ഈമാന്റെ അടിസ്ഥാനം. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. ഈ അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കിയാല് അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ മാത്രമേ നിൽക്കാൻ കഴിയുകയുള്ളൂ. ഈമാന്റെ കമാലിയത്ത് എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിൽ വലുതാകലാകുന്നു. ഈമാൻ നുഖ്സാനിയത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിൽ ചെറുതാകലാകുന്നു. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പരിശോധിച്ചു നോക്കി. ബിദ്അത്ത്, മുനാഫിഖ്, ഫിസ്ഖ്, പിന്നെ യുക്തിവാദം, നിരീശ്വരവാദം, സർവവാദ സത്യവാദം എല്ലാം പരിശോധിച്ചോളി. അതിലൊക്കെ ഉള്ളത് മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാവലാണ്. അതിലൊക്കെ അതാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്ക് ബറക്കത്ത് കൂടുതലായിരിക്കും. സഹാബത്തിനുണ്ടായത് അതാണ് റളിയല്ലാഹു അൻഹു. അവർക്ക് ഓരോ ബറക്കത്തിന്റെ കാരണം അതാണ്. വലിയ ബറക്കത്താണ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഏത് വിഷയവും നബിതങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കണം. അപ്പോൾ അതിൽ വിജയമുണ്ടാകും, അല്ലെങ്കിൽ പരാജയമുണ്ടാകും. എന്ത് വിഷയത്തിലും ബറക്കത്തുണ്ട് എന്നാണ്. ബുദ്ധിയിൽ ബറക്കത്തുണ്ട്. ബുദ്ധിയിൽ ബറക്കത്തുണ്ട്. ചില ആൾക്കാർക്ക് വലിയ ബുദ്ധി കാരണം ബുദ്ധി കൂടി 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 പിന്നെ അവസാനം എല്ലാം അതും ഒന്ന് തന്നെയാണ് എന്ന് പറയും. ബുദ്ധികൾ കൂടിയിട്ട് വലിയ ചിന്തകനേക്കാൾ അവസാനം പറയുന്നത് എല്ലാം അതും ഒന്ന് തന്നെയായിരുന്നു. എല്ലാതും പുഴയിലേക്ക്, വലിയ പുഴയിലേക്ക് ചെന്നു ചേരുന്ന ചെറിയ കൈത്തോടുകളാകുന്നു. അന്നല്ല. സൗഹാർദ്ദം വേണം, അക്രമം ഉണ്ടാക്കാൻ പാടില്ല. അതിന് എല്ലാം മതം ഒന്നാവണമെന്നൊന്നുമില്ല. ഓരോ മതം ഓരോന്നായി എഴുതിയിട്ട് സൗഹാർദ്ദത്തിനെതിരൊന്നും ആവൂലത്. എല്ലാ മതം ഒന്നൊന്നല്ല. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം എന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. അതാണ് ശരിയും. അള്ളാഹുവിൽ സ്വീകാര്യമായ മതം ഇസ്ലാം ദീനാണ്. അത് എഴുതിയിട്ട് വേറുള്ളവരോട് തല്ലുണ്ടാക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ അതിനൊട്ട് അർത്ഥമില്ല. അപ്പൊ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നത് കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായ ഖൽബിന്റെ ബന്ധം ഉണ്ടായിരിക്കണം. എല്ലാറ്റിന്റെയും ബറക്കത്ത് അത് തന്നെയാണ്. ബുദ്ധിയുടെയും ബറക്കത്ത് അതാണ്. ബുദ്ധി ഏറ്റവും കൂടുതൽ നബിതങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തുണ്ടാവും. ബുദ്ധിയുടെ ബറക്കത്ത് നഷ്ടപ്പെടുമെന്നാണ്. ലഹരി പദാർത്ഥം ഉപയോഗിച്ചാൽ ബുദ്ധിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും, ലഹരി ഉപയോഗിച്ചാൽ. പരിശുദ്ധ ഖുർആൻ അത് വളരെ മോശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ചൂതാട്ടവും മദ്യപാനവും പലിശയുമെല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, അത് മ്ലേച്ഛമായതും പൈശാചികമായ പ്രവർത്തനവുമാകുന്നു. ലഹരി ഉപയോഗിക്കുക എന്നത് മോശം. തമാശക്ക് പോലും ഉപയോഗിക്കരുത് എന്നാണ്. ഇന്ന് ലഹരിയുടെ ഉപയോഗം വ്യാപകമായി കൊണ്ടിരിക്കുന്നു. ബുദ്ധിയെ മരയിപ്പിക്കുന്നത്. കള്ളുടിയനോട് ഇഷ്ടം ഉണ്ടാവില്ല എന്നാണ്. ഒരു കള്ളുടിയനെ ഓന്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി കല്യാണാലോചന നടത്തുമ്പോൾ ആരെങ്കിലും പറഞ്ഞേക്കും എന്ത്, ചെക്കന് കുടി ഉണ്ടോന്ന് അന്വേഷിച്ചു കൊണ്ടുപോകും. ഓൻ കുടിയനാണ്. എന്നാലും എന്താ കാരണം? കള്ളുടിയനോട് ഇഷ്ടമല്ല. തന്നെ മദ്യപാനിക്ക് മദ്യപാനിയോട് ഇഷ്ടമുണ്ടായിരിക്കില്ല. അത് ബുദ്ധിയെ മരയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തമാശക്ക് പോലും മദ്യം, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്.
മനുഷ്യനെ അത് പരാജയപ്പെടുത്തുന്നതാണ്. നിങ്ങളാരും നിങ്ങളുടെ സ്വന്തം ശരീരത്തെ ആക്രമിക്കരുത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, മുഅ്മിനീങ്ങൾ ഇടയിലെ ഏകോദര സഹോദരന്മാരാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ ദന്നി ഇന്ന ബഅദ ദന്നി ഇസ്മൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻകും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസൂ അൻഫുസകും. നിങ്ങൾ ആരും സ്വന്തം ശരീരത്തെ ആക്രമിക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ അവന്റെ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ് മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കൽ. ചെയ്യാൻ പാടില്ല. അവന്റെ ബുദ്ധി പണയപ്പെടും. അവന്റെ ബുദ്ധി വേറെ ആരെങ്കിലും അമ്മയുടെ ഒട്ടാവുന്നു, അതിന് ശരിയായ രൂപത്തിൽ വർക്ക് ചെയ്യൂല. അതുകൊണ്ട് ബുദ്ധിയെ തകരാറിലാക്കും. മദ്യപാനിയെ സമൂഹം ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹു ഇഷ്ടമില്ല, മുത്തുനബിക്ക് ഇഷ്ടമില്ല. ഓന്റെ ഉമ്മാക്ക് അവനോട് ഇഷ്ടം ഉണ്ടാവില്ല, ഓന്റെ വാപ്പാക്ക് അവനോട് ഇഷ്ടം ഉണ്ടാവില്ല. കള്ളുടിയനോട് ഏത് വാപ്പയെ കള്ളുടിയൻ ഇഷ്ടപ്പെടാം, ഏത് ഉമ്മയെ കള്ളുടിയൻ ഇഷ്ടപ്പെടാം. മദ്യപാനിയെ ആർക്കും ഇഷ്ടമില്ല, ഓനെന്നെ ഓനോട് ഇഷ്ടമില്ല. അതുകൊണ്ട് തമാശക്ക് പോലും കമ്പനിക്ക് പോലും ഉപയോഗിക്കരുത്. ലഹരി അത് പൈശാചികമായതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അതിൻ്റെ അടിമയാവും. ശൈത്താനിയായ കാര്യങ്ങളൊക്കെ പ്രത്യേകതയാണ്. പൂരത്തിന് ഒരുക്കം പോയാൽ പിന്നെ എപ്പോഴും പോകാൻ തോന്നും. വെള്ളിയാഴ്ച ഒരുക്കം വന്നു ഇഷ്ടമല്ല, വെള്ളിയാഴ്ച വരാൻ തോന്നൂല. ശൈത്താനിയായ കാര്യത്തിന്റെ രസം വേഗം കിട്ടുമെന്ന്. പൈശാചികമായ പ്രവർത്തനങ്ങളുടെ രസം വേഗത്തിൽ കിട്ടും. പൂരത്തിന് ഒരുക്കം പോയാൽ പിന്നെ എല്ലാ പൂരത്തിനും പോകാൻ തോന്നും. ഇല്ലെങ്കിൽ മോട്ടോർ സൈക്കിളിനെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയെങ്കിലും ഒന്നൊന്നും ഉറക്കം വരുള്ളൂ. അതാണ് അയ്യപ്പന്മാർക്കിന് ഒരുക്കം പോയാൽ എല്ലാ കൊല്ലം പോകാൻ തോന്നുന്നേ. കള്ള് ഒരിക്കൽ കുടിച്ചാൽ പിന്നെ എപ്പോഴും കുടിക്കാൻ തോന്നുന്നേ. എന്നാല് സാലിം വയസ്സിന്റെ ക്ലാസ് ഉണ്ടോന്ന് പോയി വെക്കാന്ന് എഴുതിയിട്ട് ഒരുക്കം വന്നു എന്ന് എഴുതിയിട്ട് നാളെ ഒരു സ്നൂറിന് വരാൻ തോന്നിക്കോളണമെന്നൊന്നുമില്ല. ഇലാഹിയായ പ്രവർത്തനങ്ങളുടെ രസം സാവകാശേ കിട്ടുള്ളൂ. ശൈത്താനിയായ പ്രവർത്തനങ്ങളുടെ രസം വേഗത്തിൽ കിട്ടും. അതുകൊണ്ട് തമാശക്കും പറ്റൂല, കമ്പനിക്കും പറ്റൂല, ഒരുക്കൊന്നും ഉപയോഗിച്ചു നോക്കുക എന്ന് തീരുമാനിക്കാനും പറ്റൂല. തന്നെ ബുദ്ധിയുടെ ബറക്കത്ത് നഷ്ടപ്പെടുന്നതാണ്. എല്ലാ കാര്യവും നമ്മൾ ബറക്കത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ബറക്കത്ത് വളരെ പ്രധാനമാണ്. ബറക്കത്തിനുള്ള ദുആയാണ് ഖുനൂത്ത്. അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദീത് വഅഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകിയതിൽ നീ ബറക്കത്ത് ചെയ്യണമേ. തോന തരണേന്നല്ല, തന്നതിൽ ബറക്കത്ത് ചെയ്യണേന്നാണ്. കുറെ ഉണ്ടായിട്ടൊരു കാര്യമില്ല, ഉള്ളതിൽ ബറക്കത്ത് ഉണ്ടായിട്ടേ കാര്യമില്ല. തോന ഉണ്ടായിട്ടൊരു കാര്യമില്ല, ഉള്ളതിൽ ബറക്കത്ത് വേണം. ഭക്ഷണത്തിലെ ബറക്കത്ത് ആദ്യത്തിലും അവസാനത്തിലുമാകുന്നു എന്നാണ്. ഭക്ഷണത്തിലെ ബറക്കത്ത് ആദ്യത്തിലും അവസാനത്തിലും. അതുകൊണ്ടാണ് നമ്മൾ ചോറ് വയ്ക്കുമ്പോ ആദ്യം കോരുന്നത് നമ്മളെ പാത്രത്തിൽ കിടണം എന്ന് പറയുന്നതിന്റെ കാരണം. അതിന്റെ ആദ്യത്തിൽ ബറക്കത്തുണ്ട്. ബറക്കത്ത് വേറെ ആൾക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടാവില്ല. നമുക്ക് കിട്ടി മതിയേറ്റു വേണ്ട വേറെ കൊടുക്കാൻ. ബറക്കത്ത് ഒരാൾക്ക് മതിയാവില്ല, എന്നിട്ട് കൊടുക്കാൻ മാത്രം ഉണ്ടാവില്ല. അതിന് അതുകൊണ്ട് ആദ്യം കോരുന്നത് അവനാലേക്ക് കിടണം. കുറച്ച് നിറച്ച് കോരിങ്ങാണ്ട് നിങ്ങൾ എന്താ വെച്ചാൽ കാട്ടിക്കോളിന്ന് പറഞ്ഞൊന്നല്ല കേട്ടോ. ദേശം ഒരു ബർക്കത്തിന് ആദ്യം അവനയിലേക്ക് ഇട്ടിട്ട് പിന്നെ എല്ലാവർക്കും ഇട്ട് കൊടുക്കുക എന്നാണ്. അതാണ് അവൻ്റെ ഉദ്ദേശം. ആദ്യത്തിലും അവസാനത്തിലും. അവസാനത്തെ വറ്റെടുക്കുന്ന ആള് നമ്മൾ തന്നെ ആകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആയിരിക്കണം. ആദ്യത്തിലും അവസാനത്തിലുമാണ് ഭക്ഷണത്തിലെ ബറക്കത്തുള്ളത്. ആദ്യത്തെ നമ്മൾ കോരിങ്ങാണ്ട് പുറത്തേക്ക് ഇടും, അവസാനത്തെ അവിടെ ഇട്ടുകാണ്ട് നീച്ചും പോരും. ഇല്ലേ, തിന്നോടത്തോളം ഭക്ഷണത്തെ നമുക്ക് എതിരാണ്. അതിനൊക്കെ വിലങ്ങനെ കുത്തുകയാണ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അത് പറ്റൂല, ഇത് പറ്റൂല, കരിച്ചത് വേണ്ട, പൊരിച്ചത് വേണ്ട, മധുരം വേണ്ട, ഉപ്പ് വേണ്ട, ഒന്നും വേണ്ട, ഒന്നും പറ്റൂല. അല്ലേ, ബറക്കത്തില്ല സാധനം തോന്നുണ്ടായിട്ടൊരു കാര്യമില്ല, തിന്നാൻ പറ്റൂല. ഗോഡൗൺ നിറയെ അരി ഉണ്ടായി ഒരാൾക്ക്, അരിക്കച്ചവടാണ്. തിന്നാളെ തോപ്പിക്കില്ലെങ്കിൽ ചങ്കു കൂടെ കീബട്ടൽ പോകില്ലല്ലോ, കോയലിട്ടുണ്ടാവും. അതിൽക്കൂടെ ജ്യൂസ് ചെയ്തിട്ടുള്ളൂ, സാധനം വരില്ല. എന്റെ കാര്യം തിന്നാളെ തോപ്പിക്കില്ല. ബറക്കത്ത് എന്നാണ്. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും ബറക്കത്തിന് വേണ്ടി വരക്കണം. ബറക്കത്തിന്റെ ദ്വയാണ് ഖുനൂത്ത്. അതിന് നേരത്തെ തിരിച്ചണ്ടേ.
രാവിലെ നേരത്തെ വിഷ്ണുവിനെ അവർക്കൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാത്തുണ്ടാവില്ല. കല്യാണത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ് കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി 1 മണിക്കും 1:30 മണിക്കും 2 മണിക്കും വരുന്ന വിരുന്നുകാർ. പെരക്കാരെ വരുന്നതിനായിട്ടില്ല. അവസാനം സുബഹിന്റെ മുമ്പ് ഒന്ന് കണ്ണിപ്പെട്ടതിന് കണ്ടാൽ കിടക്കും, പാമ്പ് കൊടുത്തത് അറിഞ്ഞില്ല. പിന്നെ അവസാനം വെയിൽ ഇങ്ങനെ ബാക്കിൽ തട്ടിയപ്പോഴാണ് കണ്ണു സുബഹി പോയി. ഒരു കുടുംബത്തെ മൊത്തം കൊളാക്കാൻ വേണ്ടി ചെയ്താൽ ആകെ ഈ ഒരു പണി എടുത്താൽ മതി. നിക്കാഹിന്റെ അന്ന് പെണ്ണിന്റെയും ചെക്കന്റെയും വാപ്പാന്റെയും സുബഹിക്കാരൻ ആകെ ആ ഒരു പണി മതി. പിന്നെ മൊബൈൽക്ക് വേറെ പണിയില്ല. കയ്യെത്തിയാൽ ഇരുന്നിട്ട് ഇങ്ങനെ പാരമ്പ കയറി നോക്കിയാൽ മതി. ഇങ്ങനത്തെ ഒന്നും നേരാവുന്നത് നമ്മൊന്ന് കാണണ്ടോന്നാണ് സുബിക്കാരൻ വേണ്ടി നിക്കാഹിന്റെ അന്നത്തെ നേരെ